ബസ് ബേ ഉദ്ഘാടനം ചെയ്തു. ചവറ ശങ്കരമംഗലം ജംഗ്ഷനിലാണ് MLA ഫണ്ട് വിനിയോഗിച്ച ബസ് ബേ നിർമ്മിച്ചത്. 1.28 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ആധുനിക സൗകര്യങ്ങളോടെയാണ് ശങ്കരമംഗലത്ത് ബസ് ബേ നിർമ്മിച്ചിട്ടുള്ളത്. ശങ്കരമംഗലം ജംഗ്ഷനിലാണ് ബസ് ബേ ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 1.28 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ബസ് ബേ ഉദ്ഘാടനം ചെയ്തു. ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം ഈ ജംഗ്ഷനിൽ പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൂടി ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കണം എന്നാഗ്രഹിക്കുകയും അതുമാത്രമല്ല ഇതിൻ്റെ ജംഗ്ഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് പുറമ്പോക്കൽ കട നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കടമുറികളും അതുപോലെ ഒരു കഫറ്റീരിയയും മുകളിൽ കുറേ ഓഫീസ് സ്പേസുകൾ, അത് പ്രധാനമായിട്ടും നമുക്ക് ക്ഷേമനിധി ബോർഡുകൾ അങ്ങനെ പലർക്കും സിംഗിൾ റൂം ഓഫീസുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസ് സ്പേസുകളെല്ലാം ചേർത്തിട്ട് ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടത്തിപ്പ് നമ്മൾ കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സാധാരണഗതിയിൽ റോഡ് സൈഡിലുള്ള ഇങ്ങനെയുള്ള നിർമ്മിതികളിൽ ടെൻഡർ വിളിച്ചിട്ടാണ് അവർ വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മൾ റവന്യൂ പുറമ്പോക്കിലുള്ള ഈ ബസ് സ്റ്റോപ്പ് അവർക്ക് കൈമാറുകയാണ്. പിന്നീട് അതിൻ്റെ നടത്തിപ്പ് DTPC നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. 1ാം നില കൂടി പൂർത്തീകരിക്കുമ്പോൾ പ്രവർത്തന ചുമതല DTPCക്ക് കൈമാറും. ടൂറിസം പദ്ധതിയുമായി ഭാവിയിൽ ബന്ധിപ്പിക്കുന്ന വിധമാണ് 1ാം നിലയുടെ നിർമ്മാണം. കഫറ്റീരിയ, ടോയ്ലറ്റ് സംവിധാനം തുടങ്ങിയവയെല്ലാം കെട്ടിടത്തിലുണ്ടാകും. പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് ജോസഫ്, ചവറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GR ഗീത, ആര്യ G നായർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.